ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിക്കാൻ ഒരു ദിനം മാത്രം ശേഷിക്കെ ഒരുക്കങ്ങൾ വിലയിരുത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പമ്പയിൽ ചെറിയ വാഹനങ്ങൾക്ക് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പാർക്കിംഗ് അനുമതി നൽകും. 18ാം പടിക്ക് മുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തി. എന്നാൽ 80,000 പേർക്ക് മാത്രം ദിവസവും ദർശനമെന്ന കടുംപിടുത്തം തുടരുകയാണ് ദേവസ്വം ബോർഡ്. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിലുള്ള മുന്നൊരുക്കങ്ങൾ പാതിവഴിയിൽ എത്തി നിൽക്കുമ്പോഴും എല്ലാം പൂർണ്ണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ അവകാശവാദം. പുലർച്ചെ 3 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചയ്ക്ക് 3 മുതൽ രാത്രി 11 വരെയുമാണ് ശബരിമലയിൽ ദർശന സൗകര്യം. ദിവസേന 80,000 പേർക്കാണ് പ്രവേശനം. ഇതിൽ 10,000 ഭക്തർ സ്പോട്ട് ബുക്കിംഗിൽ ഉൾപ്പെട്ടവരാണ്. ഇവർ ആധാർ കോപ്പി, ഫോട്ടോ എന്നിവ എൻട്രി പോയിന്റിൽ ഹാജരാക്കിയാൽ മാത്രമേ ദർശനത്തിന് അനുവാദം നൽകുകയുള്ളൂ. 80,000 ആയിട്ടാണ് നമ്മളിപ്പോൾ പരമാവധി എണ്ണം നിയന്ത്രിച്ചിരിക്കുന്നത്. 70,000 എന്നത് വെർച്വൽ ക്യൂവും 10,000 എന്നത് അവിടെ തത്സമയ ബുക്കിംഗ് സംവിധാനത്തിലേക്കുമാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുന്നത് കേവലം ഒരു ഗേറ്റ് പാസ് മാത്രമായിരുന്നു. ഒരു 5 പേര് വന്നാൽ പ്രധാനപ്പെട്ട ഒരാളുടെ പേരും നമ്പറും ഒക്കെ എഴുതി വെച്ച് ആധാറിന്റെ കോപ്പി, ആധാറിന്റെ കോപ്പിയോ ആധാറിന്റെ നമ്പർ, അതിനാണ് ആധാറിന്റെ കോപ്പി, ആധാറിന്റെ നമ്പർ നമ്മൾ വാലിഡേറ്റ് ചെയ്യും. ഒരു ഫോട്ടോ ഞങ്ങൾ അവിടെ വെച്ചെടുക്കും. അപ്പൊ അത് തികച്ചും വെർച്വൽ ക്യൂ പോലെ തന്നെ ഒരു ആധികാരികമായ രേഖയാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 80,000 പേർക്ക് മാത്രം ദർശനമെന്ന കടുംപിടുത്തം ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നതിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. 1500 ചെറിയ വാഹനങ്ങൾക്ക് പമ്പയിൽ പാർക്കിംഗ് അനുവദിച്ചിട്ടുണ്ട്. ഹൈക്കോടതി അനുമതി നൽകിയ പശ്ചാത്തലത്തിലാണിത്. നിലയ്ക്കലിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 2000 വാഹനങ്ങൾ കൂടി അധികമായി പാർക്ക് ചെയ്യാൻ സൗകര്യമൊരുക്കും. 6 നടപ്പന്തൽ കൂടി ഒരുക്കിയെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. വീഡിയോ എടുക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ 18ാം പടിക്ക് മുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും കർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.